കാശ്മീരിൽ ലഷ്കർ-ഇ-തൊയ്ബ ഭീകര സംഘടനയിലെ കമാൻഡർ ഉൾപ്പെടെ 5 ഭീകരരുടെ വീടുകളാണ് ഇപ്പോൾ ഭരണകൂടം തകർത്തിരിക്കുന്നത്. ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറായ ഷാഹിദ് അഹമ്മദ് കുട്ടെ, സാഹിദ് അഹമ്മദ് അഹ്സാനുൽ ഹക്ക്, എഹ്സാൻ അഹമ്മദ് ഹാരിസ് അഹമ്മദ് ഇവരുടെ വീടുകളാണ് തകർത്തത്. ഷോപ്പിയാൻ, കുൽഗാം, പുൽവാമ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന വീടുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി അധികൃതർ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നിലംപരിശാക്കിയത്. ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ചിട്ടാണ് ഭീകരർ വീടുകൾ നിർമ്മിച്ചത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഷോപ്പിയാനിലെ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടയുടെ വീടാണ് ആദ്യം തകർത്തത്. കഴിഞ്ഞ 4 വർഷമായി ഇയാൾ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സജീവമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അഹ്സാനുൽ ഹക്കിന്റെ വീട് സ്ഫോടനത്തിലൂടെ നിലംപരിശാക്കി. 2018 ഇയാൾ പാകിസ്ഥാനിലെ ഭീകര സംഘടനയിൽ ചേരുന്നത്. എല്ലാ ഭീകരരുടെയും പശ്ചാത്തലം പ്രാദേശിക ഭരണകൂടം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെ വിവിധ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി പഹൽഗാമിൽ ആക്രമണം നടത്തിയ 2 കാശ്മീരി ഭീകരരുടെ വീടുകൾ തകർത്തിരുന്നു. 2 ലഷ്കർ-ഇ-തൊയ്ബ ഭീകരരായ ആദിൽ ഹുസൈൻ തോക്കർ, ആസിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകളാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തെറിഞ്ഞത്. ഭീകരരുടെ വീടുകൾക്കുള്ളിൽ വൻ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയിരുന്നു. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നേരിൽ വിളിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യം വിടുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി കഴിഞ്ഞിട്ടും ഒരു പാകിസ്ഥാനിയും ഇന്ത്യയിൽ തങ്ങില്ല എന്ന് ഉറപ്പുവരുത്തണം. അതാണ് അദ്ദേഹം മുഖ്യമന്ത്രിമാരോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പഹൽഗാമിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ 29 പേര് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഏപ്രിൽ 27 മുതൽ പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കുന്നതായി രാജ്യത്തുള്ള പാകിസ്ഥാൻകാർ എത്രയും വേഗം മടങ്ങണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നേരിട്ട് വിളിച്ച് സമയപരിധി കഴിഞ്ഞിട്ടും ഒരു പാകിസ്ഥാനിയും ഇന്ത്യൻ മണ്ണിൽ തങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടുന്നതിന്റെ ആവശ്യകത കൃത്യമായിട്ട് ഉന്നത വൃത്തങ്ങളിൽ തന്നെ അറിയിച്ചു. ഓരോ സംസ്ഥാനങ്ങളിലും താമസിക്കുന്ന പൗരന്മാർ അവരെ കണ്ടെത്തണം, പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തണം, അവരെ നാട് കടത്താനും മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായിട്ടാണ് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞത്. ലഷ്കർ-ഇ കമാൻഡറെ വളഞ്ഞിട്ട് പിടികൂടി പോയിന്റ് ബ്ലാങ്കിൽ തല ചിതറി തെറിപ്പിച്ചു. അൽതാഫ് ലല്ലി എന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടത്. അയാൾ ജീവിച്ചിരുന്നാൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ തലയ്ക്ക് തലവേദനയാകുമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. 215 പാകിസ്ഥാനി പൗരന്മാർ അട്ടാരി അതിർത്തി വഴി മടങ്ങിയിട്ടുണ്ട്. 416 ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തി. വിസ റദ്ദാക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മടക്കം. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയാണ് തുടങ്ങിവെച്ചത് തിരിച്ചടി. ബിജ്ബഹേരിയിലും ത്രാലിയിലുമായി 2 ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തകർത്തു. ബന്ദിപ്പോരയിലെ കുൽനാർ, ബാസിപ്പോരയിലെ ലഷ്കർ-ഇ-തൊയ്ബ ടോപ്പ് കമാൻഡർ അൽതാഫ് ലല്ലി തുടങ്ങിയ അനേകം ആളുകളെ വധിച്ചിട്ടുണ്ട്. നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്ത പാക് ആർമിക്ക് തക്ക രൂപത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു, കബറ് കുഴിക്കാൻ തയ്യാറായിക്കോളൂ, മൂക്കിൽ പഞ്ഞിവെക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ മുദ്രാവാക്യം. നയതന്ത്ര തലത്തിലെ നടപടികൾക്ക് പിന്നാലെയാണ് നീക്കങ്ങൾ ഇന്ത്യ കൂടുതൽ ശക്തമാക്കുന്നത്. മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച അമിത്ഷാ എത്രയും വേഗം പാക് പൗരന്മാരെ കണ്ടെത്തി നാട് കടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയ്ക്കുള്ളിൽ നാട് വിടാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മെഡിക്കൽ വിസയുള്ള പാകിസ്ഥാനികൾക്ക് 2 ദിവസം കൂടി തുടരാവുന്നതാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിലെ തുടർ നീക്കങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. പഞ്ചാബ് അതിർത്തിയിൽ പിടികൂടിയ BSF ജവാന്റെ തുടർ വിവരങ്ങൾ ലഭ്യമാക്കാത്തതിൽ ഇന്ത്യ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. 2 രാജ്യങ്ങൾക്കുമിടയിൽ ബന്ധം കൂടുതൽ മോശമാകുമ്പോൾ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ 5 ഭീകരരിൽ 2 പേരുടെ കുടിരേഖാചിത്രം അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. 3 പേരുടെ രേഖാചിത്രം നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ജമ്മു കാശ്മീരിലെത്തിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. 3 പേരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവന്നു. 2 പേരുടെ വീടുകൾ ഭസ്മമായി മാറി.
ഇന്ത്യയിൽ കഴിയുന്ന പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ നാടുകടത്തൽ നടപടികൾ ആരംഭിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ പേടിച്ചോടുകയാണ് പാകിസ്ഥാനികൾ. ഉത്തർപ്രദേശിൽ നടത്തിയ കണക്കെടുപ്പിൽ 1000-ലധികം പാകിസ്ഥാൻ പൗരന്മാരാണ് സംസ്ഥാനത്ത് കഴിയുന്നത് എന്ന് സ്ഥിരീകരിച്ചു. ഇവർക്കെതിരെ നാടുകടത്തൽ നടപടി ആരംഭിച്ചതായി യോഗി സർക്കാർ വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസം, ചികിത്സ, വ്യാപാരം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ പൗരന്മാർക്കിടയിൽ വലിയൊരു വിഭാഗമുള്ളത് ഉത്തർപ്രദേശിലാണ്. സമയത്തിനോടകം ഉത്തർപ്രദേശ് നിശ്ചയിക്കുന്ന സമയത്തിനകം, അമിത്ഷാ ഉദ്ദേശിക്കുന്ന സമയത്തിനകം അവർ പാകിസ്ഥാൻ പിടിച്ചിട്ടില്ലെങ്കിൽ യോഗിയാണ് മക്കളെ മൂക്കിൽ പഞ്ഞി വെച്ച് നെഞ്ചത്ത് പൂവും വെച്ച് വെള്ളത്തുണിയിൽ പുതപ്പിച്ചങ്ങട് കിടത്തും. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കി. നാടുകടത്തൽ നടപടികൾ തുടർന്നു. ഇന്ത്യയോട് കളിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കുക. ഇവനൊക്കെ എന്തിന്റെ ഏനക്കേടാണെന്നറിയില്ല. വേറൊരുത്തന്റെ പോസ്റ്റുകൾ കണ്ടിരുന്നോ? വളരെ രസകരമായിട്ടൊരു പോസ്റ്റാണ്. ഒരു മലയാളി ഉണ്ടായിരുന്നല്ലോ, ഒരു സനോഫ്, അവനെ പബ്ലിക്കിൽ തൂക്കുമെന്നാണ് കേട്ടത്. അവന് ഇന്ത്യക്കെതിരെ കാർക്കിച്ചു തുപ്പണമത്രേ, അവന് കാശ്മീര് പിടിക്കണമത്രേ. പാകിസ്ഥാനിലെ ഭീകരന്മാരൊക്കെ അവന്റെ സ്വന്തം സഹോദരന്മാരാണത്രേ. എന്തായിരുന്നാലും പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ കാക്ക തീഹാർ ജയിലിലെത്തി നിലവിളി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വാഴയും വന്നിട്ടുണ്ട്. കാശ്മീരിലെ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ ന്യായീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ച യുവാവിനെയും എൻഐഎ തൂക്കി. നിച്ചു മംഗളൂരു എന്ന ഫേസ്ബുക്ക് ഉപഭോക്താവിനെതിരെയാണ് കേസെടുത്തത്. ഉള്ളാൾ സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യുവാവ് പങ്കുവച്ച പോസ്റ്റ് സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതും കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നും ചൂണ്ടിക്കാണിച്ചാണ് കേസ്. യുവാവ് പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. സമൂഹത്തിന്റെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോസ്റ്റ് പങ്കുവച്ചത് എന്ന് പരാതിക്കാരൻ ആരോപിച്ചു. പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ പരാതിക്കാരൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രതിയെ തിരിച്ചറിഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിന് പിന്നിൽ എന്തെങ്കിലും പണം ലഭിച്ചിട്ടുണ്ടോ? യുവാവിന്റെ ചിത്രങ്ങൾ കൃത്യമായ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി എൻഐഎ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഏതു മാളത്തിൽ ഒളിച്ചാലും ശരി ഇവനെയൊക്കെ പൊക്കണം. പബ്ലിക്കിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. സൗദി അറേബ്യയിലൊക്കെ ചെയ്യുന്നത് പോലെ ജുമാ നമസ്കാരത്തിന് ശേഷം കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് തൂക്കണം. അതല്ലാതെ ഇവരൊന്നും കൊടുക്കാവുന്ന ശിക്ഷ വേറെയില്ല. ചോറിവിടെയും കൂറവിടെയുമായിട്ട് ജീവിക്കുന്ന ഇത്തരം പാഴ് ജന്മങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തിന്? ഈ രാജ്യത്തിന് ഇവരെ കൊണ്ട് കോട്ടങ്ങളല്ലാതെ ഒരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. മറ്റവനെ കണ്ടില്ലേ, സനോഫ്, അവന് പാകിസ്ഥാനിലേക്ക് ചെല്ലണം അത്ര. ശരിക്കും പറഞ്ഞാൽ അവനെയൊക്കെ അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തണം, ആയുധവും കൊടുത്തിട്ട്. പാകിസ്ഥാനികൾ ഇവനെ ആക്രമിക്കാൻ വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും വിളിക്കാൻ പറയണം ഇവനോടൊക്കെ. എന്നിട്ട് ഇവന്റെ നെഞ്ചിലും തലയിലും ഒക്കെ അവർ തൊളയിട്ടിട്ട് പോയിക്കോളും. പിന്നെ പാൻറ്റൂരി നോക്കിയാലും ലിംഗനിർണയം നടത്തിയാലും അറ്റം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ചിലപ്പോൾ അല്ലാഹു അക്ബർ പറഞ്ഞാൽ ചിലപ്പോൾ വെറുതെ വിടുമായിരിക്കും. നന്ദി.